ഗൈസ് അങ്ങനെ നമ്മൾ ഒരു 10 മിനിറ്റിൻ്റെ പണി 10-15 മിനിറ്റിൻ്റെ പണിയാണ് ഗൈസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല എക്സസൈസ് ആട്ടോ ഇന്ന് രാവിലെ. അപ്പോൾ പോവാ നമുക്ക് ഇത് മൊത്തമായിട്ട് ഇതിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇതെങ്ങനെ ഉണ്ടാവും പൂക്കല കണ്ടോ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കുക്കിംഗ് ടെക്കിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കുക്കിംഗ് ആയിട്ടാട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണ ഒരു പായസമാണ്. അപ്പോൾ ആ പായസത്തിൻ്റെ പേരാണ് തെങ്ങിൻ പൂക്കൊല പായസം. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടോ തെങ്ങിൻ്റെ മുകളിലായിട്ട് ഒരു തരം പൂക്കൊല പോലെ. അപ്പോൾ ആ പൂക്കൊല വെച്ചിട്ടാണ് നമ്മളിന്ന് പായസം ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡിഷാണ്. അപ്പോൾ നമ്മൾ അധികം പ്രാവശ്യം ഒന്നും ഉണ്ടാക്കണതല്ല, നമ്മൾ ലാസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്തു, അത് സക്സസ് ആയി. അതുകൊണ്ടാണ് ഇന്നും ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനലിൽ നിങ്ങൾ പുതുതായിട്ട് കാണുന്നത് വെച്ച് എന്തായാലും സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതേപോലെ ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്താൽ മാത്രമേ ഞങ്ങൾ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. വാ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വെട്ടാൻ പോകും കേട്ടോ. അപ്പോൾ അപ്പുറത്തെ ഒരു തെങ്ങ് മറിഞ്ഞ് കിടക്കുന്നുണ്ട്. കുറച്ച് സാഹസികമായിട്ടുള്ള യാത്ര കേട്ടോ. അപ്പോൾ എല്ലാവരും വന്നോ, നമുക്ക് അപ്പുറത്താണ് തെങ്ങ് കിടക്കുന്നത്. അപ്പോൾ അവിടുന്ന് വെട്ടാം. ഇതാണ് കേട്ടോ തെങ്ങ് കിടക്കുന്നുണ്ട്. നമ്മൾ അവിടെ എവിടെ ആയിട്ടാണ് കിടക്കണത് സംഭവം. നമുക്കൊന്ന് വെട്ടിയെടുക്കാം. കുറച്ച് സാഹസികം കേട്ടോ. ക്യാമറ ഇങ്ങോട്ട് വരാൻ പറ്റുമോ? ക്യാമറ കൊണ്ട് വരാൻ പറ്റുമോ? ഇത് എവിടെ കിടക്കണ്ടോന്ന്. അപ്പോൾ നമുക്കിത് വെട്ടിയെടുക്കാം. പാമ്പയ്ക്കുള്ള സ്ഥലമാണെന്നാണ് കേട്ടത്. എന്താവുന്ന ദൈവത്തിനറിയാം. കണ്ടോ, ഇതാണ് നമ്മുടെ പൂക്കല കേട്ടോ. അപ്പോൾ നമുക്കിത് എന്തായാലും ഒന്ന് വെട്ടിയെടുക്കാം. എനിക്കിത് വെട്ടി മാറ്റിയിട്ട് അത് വെട്ടാൻ പറ്റുള്ളൂ തോന്നുന്നുണ്ട്. അവിടുന്ന് വെട്ടു. എവിടുന്ന് ഇവിടുന്നോ? സൈഡ് തുറക്കുന്നുണ്ട്. കുഴപ്പമില്ല, കിട്ടില്ല, അത് ഫുള്ള് കിട്ടാൻ. ഗൈസ് അങ്ങനെ നമ്മൾ ഒരു 10 മിനിറ്റിൻ്റെ പണി 10-15 മിനിറ്റിൻ്റെ പണിയാണ് ഗൈസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇവിടുന്ന് സേഫായിട്ട് പുറത്തോട്ട് മുകളിലോട്ട് കയറാം. ഗൈസ് കണ്ടില്ലേ, ഇതാണ് സംഭവം കേട്ടോ. ഇതാണ് തെങ്ങിൻ പൂക്കല എന്ന് പറയണത്. ഇത് എത്രത്തോളം പിഞ്ച് കിട്ടുമോ അത്രത്തോളം ചെറുത് നോക്കിയെടുക്കുക. അപ്പോൾ നന്നായിരിക്കും. നമുക്കിനി ഇതുകൊണ്ട് ഉണ്ടാക്കാം കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ അവിടുത്തെ പാടം കേട്ടോ. ഇപ്പോൾ പിന്നെ വലുതായിട്ട് കൃഷിയോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ചിങ്ങനെ കേട് വന്ന് നടക്കുന്നുണ്ട്. നമ്മളപ്പോൾ വൈകാതെ ഇവിടുന്ന് ഒരു വ്ളോഗ് ചെയ്യാനും പ്ലാൻ ഉണ്ട് കേട്ടോ. ഒരു വീഡിയോ വ്ളോഗ് ചെയ്യാനും പ്ലാൻ ഉണ്ട്. എന്തായാലും നിങ്ങൾക്കൊരു വ്ളോഗ് കാണണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യില്ല. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം നോക്കിയിട്ട് ഞങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കേട്ടോ. നമുക്ക് എന്തായാലും ഇവിടുന്ന് കയറിയിട്ട് ഇത് അരിഞ്ഞെടുക്കണം. പൈലിക്ക് കിടക്കാം. ഇവിടെ ഒന്ന് കയറാം മുകളിലോട്ട്. ഒന്ന് പിടിക്കണം. ഓക്കെ ഗൈസ്, നല്ല എക്സസൈസ് ആട്ടോ ഇന്ന് രാവിലെ. അപ്പോൾ പോവാ ഫ്രണ്ട്സ്. നമുക്കപ്പോൾ ഇതിനെ മൊത്തമായിട്ട് പൊളിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് ഇതുപോലെ പൊളിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ മൊത്തമായിട്ട് പുറത്തോട്ട് എടുക്കാം. കണ്ടോ, നല്ല പിഞ്ചാണ് കേട്ടോ. നല്ല ഇളം ഇതാണ് നമ്മൾ നോക്കി എടുത്തിരിക്കുന്നത്. കണ്ടോ. അപ്പോൾ അതെങ്ങനെ നോക്കുകയെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ അമത്തി നോക്കിയാൽ കറക്റ്റായിട്ട് ഇങ്ങനെ അമുങ്ങും. കണ്ടോ, അങ്ങനെ പ്രസ്സാവും. അപ്പോൾ പ്രസ്സാവാത്ത ഉണ്ടെങ്കിൽ അത് കുറച്ച് മൂത്തു എന്നർത്ഥം. പക്ഷെ ഇത് കറക്റ്റാണ് കേട്ടോ. നമുക്ക് ഇത് മൊത്തമായിട്ട് ഇതിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇതെങ്ങനെ ഉണ്ടാവും പൂക്കല. ഇത് മൊത്തമായിട്ട് നമുക്ക് ഇതിലോട്ട് ഇട്ടിട്ട് ഇനി ഒന്ന് ജസ്റ്റ് നന്നായിട്ടൊന്ന് മുറിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിനാണ് നമ്മളിത് ഇതുപോലെ ഇടണത്. കണ്ടില്ലേ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ അതിൽ നിന്ന് കുറച്ചിങ്ങനെ പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നന്നായിട്ട് മുറിച്ചെടുക്കണം. അപ്പോൾ മുറിക്കുക എന്ന് പറയുമ്പോൾ
ഏകദേശം ഈ ഒരു സൈസിൽ നമുക്ക് ഇങ്ങനെ മുറിച്ചിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റണം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് മുറിച്ചെടുക്കാം. ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ നല്ല ചെറുതാക്കി മുറിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇതിന് മുമ്പ് കുറച്ച് വലുതാക്കിയിട്ടായിരുന്നു മുറിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് കുറച്ച് വലിപ്പം കൂടിയതുകൊണ്ട് നമ്മൾ ഒന്നും കൂടെ നല്ല ചെറുതാക്കി മുറിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലോട്ട് ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിന് തണ്ടുണ്ടാവും. തണ്ടൊന്നും നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ പൂ പോലെയുള്ള സാധനം മാത്രം എടുത്താൽ മതി കേട്ടോ. പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന വേറെ കാര്യം എന്താ വെച്ചാൽ നമ്മൾ മുറിക്കുന്നതിന് മുമ്പ് അത് ഒരു വെള്ള കളറായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ട് കാണാൻ പറ്റും കളർ മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഏതൊരു ബ്രൗണിഷ് നിറം പോലെ ആവും. ഭയങ്കര ചോപ്പ് കളർ പോലെയൊക്കെ ആവാൻ തുടങ്ങും കേട്ടോ അത്. അപ്പോൾ അതിനുള്ളിൽ നമുക്ക് വേഗം ഇതൊന്ന് മാറ്റിയിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കണം. അപ്പോൾ നമ്മൾ ഏകദേശം കണ്ടില്ലേ, ചെറുതാക്കി മുറിച്ചിട്ട് നമ്മളൊരു ഈ ഒരു ബൗളിൻ്റെ അളവിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിതിനെ ഒരു കുക്കർ വെച്ചിട്ട് അതിൽ കുറച്ച് വെള്ളം നിറച്ചിട്ടുണ്ട്, അതിലോട്ട് ഇട്ട് കൊടുക്കുക. നമ്മുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അതിനാണ് നമ്മളിത് ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. ഇതേ സമയം നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യാതെ തന്നെ ഇത് ജീരകശാല അരിയാണ് നമ്മൾ കുറച്ച് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ജീരകശാല അരി ഇതിൻ്റെ അതേ അളവിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൂടെ നമ്മൾ വേവിക്കാൻ ഇടണം. അപ്പോൾ നമ്മൾ ഇതേപോലെ കുക്കറിൽ കുറച്ച് വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്, അതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിക്കണം. അപ്പോൾ രണ്ടും ഒരേ സമയം വെന്ത് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ രണ്ടും ഇങ്ങനെ ഒപ്പിടുന്നത് കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഗൈസ്, അങ്ങനെ നമ്മൾ നല്ലോണം ഇത് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തുറന്ന് നോക്കുമ്പോൾ അത്യാവശ്യം നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം മാത്രം അതിനെ ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോണത്, നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച അരി ഉണ്ടല്ലോ ജീരകശാല, അത് അതിലോട്ട് കൊട്ടിക്കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ. നമ്മുടെ അരിയും ആ തെങ്ങിൻ്റെ പൂക്കൊലയും നന്നായി മിക്സ് ചെയ്യാം. അതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം ഉരുക്കി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ അധികം വെള്ളമൊന്നും ചേർത്താതെ കേട്ടോ ഈ ശർക്കര ഉരുക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതുകൂടെ ഇതിലോട്ട് ഇങ്ങനെ പതുക്കെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്നുകൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇളക്കണത്. ബാക്കിയുള്ളത് കൂടെ നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പം അത്യാവശ്യം നന്നായി വരണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അതിലോട്ട് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ഇതുപോലെ വരട്ടിയെടുക്കാം. നെയ്യ് ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇതുപോലെ നെയ്യ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം കേട്ടോ. കണ്ടോ, തിളക്കണ്ടോ? ഇപ്പോൾ നല്ല തിളക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായി വരണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോണത്, അതിലോട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ച നമ്മുടെ തെങ്ങിൻ പൂക്കുലയുടെ ആ വെള്ളം ഉണ്ടല്ലോ നമ്മൾ വേവിക്കാൻ ഉപയോഗിച്ചത്, അപ്പോൾ ബാക്കിയൊന്ന് സ്റ്റോക്ക് വാട്ടർ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. നമ്മളത് അപ്പോഴേ അത് അരിച്ചിട്ട് നമ്മുടെ തെങ്ങിൻ പൂക്കുലയുടെ ഇത് മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ ബാക്കിയുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തു കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതുപോലെ. ഇനി നമ്മൾ അടുത്തത് ചെയ്യാൻ പോണത് രണ്ടാം പാലാണ്. അതായത് നമ്മൾ തേങ്ങയുടെ ഒന്നാം പാലും രണ്ടാം പാലുമായിട്ട് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ രണ്ടാം പാലാണ് നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഒന്നാം പാൽ ഇപ്പോൾ ഒഴിക്കാനായിട്ടില്ല. ഫസ്റ്റ് ഇപ്പോൾ രണ്ടാം പാൽ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മൾ രണ്ടാം പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാം നല്ലോണം ഇങ്ങനെ തിളച്ച് പറയണത് കണ്ടോ. ഈ ടൈമിൽ നമ്മൾ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ തേങ്ങയുടെ ഒന്നാം പാലൂടെ അതിലോട്ട് ഒഴിച്ചു കൊടുത്തു കേട്ടോ. അതിന് ശേഷം നമ്മൾ ഇത് ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ചു വെച്ചാൽ കേട്ടോ, അതുകൂടെ ഇതിലോട്ട് ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും വേഗം തന്നെ സ്റ്റൗ ഓഫ് ചെയ്യാം. കാരണം ഒന്നാം പാൽ ഒഴിച്ചിട്ട് അധികം നേരം കിടന്ന് തിളയ്ക്കാൻ പാടില്ല അത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേഗം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ സ്റ്റൗ. ഇനി നമ്മൾ ചെയ്യാൻ പോണത്, നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാം കൂടെ നെയ്യിൽ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടെ ഇതിലോട്ട് ഇട്ട് കൊടുത്തു. ഇത് ഏതെങ്കിലും ഒരു പാത്രത്തിലോട്ട് മാറ്റാം കേട്ടോ. അങ്ങനെ നമ്മുടെ തെങ്ങിൻ പൂക്കുല പായസം റെഡി ആയിരിക്കുകയാണ്. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ പായസം റെഡി ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ബൗളിലോട്ട് മാറ്റി നമുക്ക് എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കണമല്ലോ. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. കിടുവാണ് ഗൈസ്. കൂടുതലും നമ്മൾക്ക് ഇങ്ങനെ ചവയ്ക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ പൂവിൻ്റെ ടേസ്റ്റ് തന്നെ കേട്ടോ. നമ്മുടെ തെങ്ങിൻ പൂവിൻ്റെ ആ ടേസ്റ്റാണ് നന്നായി വരുന്നത്.
അതേപോലെ നമ്മൾ ശർക്കര ഇട്ടിട്ട് നല്ലോണം വഴറ്റിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ശർക്കര ടേസ്റ്റ് നന്നായി വരുന്നുണ്ട്. അതേപോലെ തേങ്ങാപ്പാലും എല്ലാം കൂടെ ഉഷാറ് സാധനമാണ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇത് പിന്നെ ഇടുപ്പ് വേന അങ്ങനെ പല ഇതിനും ഭയങ്കര നല്ലതാണെന്നാണ് കേട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടമായി വെച്ചാൽ ലൈക്ക് ചെയ്യാം, ഇനി ഇഷ്ടമില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. എന്നാലും അടുത്ത എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കിട്ടെങ്കിലും വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണുമായിരിക്കും. ചേട്ടാ.